ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ വിനീത് അച്ഛൻ. ജർമ്മനിയിൽ നിന്നാണ്. നാട് തൊടുപുഴയാണ്, കേരളത്തിൽ. അപ്പോൾ അച്ഛൻ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ട്. അച്ഛന് ക്യൂബേസ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളാണ്. ഏകദേശം 19ഓളം പാട്ടുകൾ ചെയ്ത് മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത് അതിൻ്റെ ലിറിക്സ് സ്വന്തമായിട്ട് എഴുതി ട്യൂൺ ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അച്ഛനിനി സ്വന്തമായിട്ട് പാട്ടുകളുടെ A to Z കാര്യങ്ങൾ ചെയ്യണമെന്നൊരാഗ്രഹം. അപ്പോഴാണ് ക്യൂബേസിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പറയുന്നത്. ഞാൻ സ്വയം പൊക്കി പറയല്ല, ഇനി അച്ഛൻ ഡീറ്റെയിൽസ് പറയും. അപ്പോൾ എന്തായാലും അച്ഛൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ഓൺലൈൻ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു 3 ക്ലാസ് നമ്മൾ ഓൺലൈൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അച്ഛന് നാട്ടിൽ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ ഡയറക്റ്റായിട്ട് നമുക്കൊന്ന് നേരിട്ട് പഠിക്കാമോ എന്നൊരു താല്പര്യം പറഞ്ഞു. ഞങ്ങളൊരു 4 ദിവസത്തെ ക്ലാസ് ഇന്ന് കഴിഞ്ഞു. അച്ഛൻ സ്വന്തമായിട്ടൊരു പാട്ട് 1 മണിക്കൂറിനുള്ളിൽ, നമ്മൾ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്, ഇപ്പോൾ സമയം 11 മണിയാണ്. 1 മണിക്കൂറിനുള്ളിൽ 8 ലെയറുള്ളൊരു പാട്ട്, അത് വിത്ത് ചെറിയ എഫക്ട്സ് എല്ലാം ഇവിടെ നിന്ന് ലൈവായിട്ട് ചെയ്തു. അപ്പോൾ അച്ഛൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. എൻ്റെ കൂടെ വന്ന് ക്യൂബേസിനെ കുറിച്ച് മനസ്സിലായോ അതൊക്കെ നേരിട്ട് അച്ഛനോട് തന്നെ ചോദിക്കാം. അപ്പോൾ അച്ഛൻ പറയും ഇതിനെക്കുറിച്ച്. നമസ്കാരം. രാജേഷ് പറഞ്ഞ പോലെ എൻ്റെ പേര് വിനീത്. ഒറിജിനൽ നെയിം അജിമൻ ജോസഫ് എന്നാണ്, പക്ഷേ വിനീത് എന്നാണ് എല്ലാവരും അറിയപ്പെടുക. ഞാൻ പാട്ട് ചെയ്ത കാലം മുതൽ ആ പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ അപ്പോൾ ഞാൻ പാട്ടിൻ്റെ ഡയറക്ഷൻസ് ഒക്കെ നടത്താറുണ്ട് വർഷങ്ങളായിട്ട്. 2012 എൻ്റെ ആദ്യ ആൽബം പുറത്തിറങ്ങുന്നത്, അന്നേരം മുതൽ. പക്ഷെ അന്ന് മുതലൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു പാട്ട്, അതിൻ്റെ മിക്സിങ് ഉൾപ്പെടെയുള്ള റെക്കോർഡിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ഒരു അവസരം കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും രാജേഷിൻ്റെ യൂട്യൂബ് വീഡിയോസ് കണ്ടു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നു. അത് ഞാൻ രാജേഷിനോട് പറയുകയും ചെയ്തു. വളരെ സിമ്പിളായിരുന്നു, മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് രാജേഷിനെ കോൺടാക്ട് ചെയ്തപ്പോൾ ഒരാഴ്ചയോളം ക്ലാസ് എടുത്തു ഓൺലൈനായിട്ട്. അപ്പോൾ എനിക്കത് ഒത്തിരി ബെറ്ററായി. അപ്പോൾ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരാഗ്രഹം, ഒന്നിച്ച് വന്നൊന്ന് പഠിക്കാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു 4 ദിവസം ക്ലാസ് ഇന്ന് കഴിഞ്ഞു. എനിക്ക് ശരിക്കും, അതായത് ഒരുവിധം എനിക്ക് പാട്ടിപ്പോൾ റെക്കോർഡ് ചെയ്യാനും ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്ത് അത് റെക്കോർഡ് ചെയ്യാനും അത് മിക്സ് ചെയ്യാനും അതിൻ്റെ ഒരു ഫുൾ ഔട്ട്പുട്ട് എടുക്കാനും ഇപ്പോൾ എനിക്ക് പറ്റി. അതിനെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ അത്രയും പ്രതീക്ഷിച്ച് വന്നതല്ല, പക്ഷേ എനിക്കിന്ന് വളരെ സന്തോഷം, അഭിമാനമുണ്ട് ഇവിടെ വന്നതിലും. കാരണം ടൈം ഒട്ടും വേസ്റ്റ് ആയിട്ടില്ല. പിന്നെ വളരെ ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാനും അറ്റ് ഹോം ഫീലിംഗ് ശരിക്കും ഉണ്ടായിരുന്നു. അതെനിക്ക് ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. ഞങ്ങളുടെ ക്ലാസ് ഇവിടെ തീർന്നിട്ടില്ല, ഇനിയും ക്ലാസ് ഉണ്ട്. പക്ഷേ ഇതൊരു നല്ലൊരു ബേസിക് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഒത്തിരി നന്ദി. അപ്പോൾ നിങ്ങളിത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്കുള്ള എൻ്റെ ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മൾ ട്രൈ ചെയ്യണം. എപ്പോഴും നമ്മുടെ വർക്കുകൾ എപ്പോഴും ഈ ഒരു സിസ്റ്റം വെച്ച് നമ്മൾ എന്നും ട്രൈ ചെയ്യണം സ്വന്തമായിട്ട്, അല്ലെ? അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ ചെയ്യാനായിട്ട് എല്ലാം ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും, അല്ലെ? സ്വന്തം കയ്യിൽ സെറ്റപ്പ് ഉണ്ടെങ്കിൽ. പ്രൊഫഷണലി വേണമെങ്കിൽ നമുക്ക് പുറത്ത് വലിയ സ്റ്റുഡിയോകളിലൊക്കെ പോയി ചെയ്യാമായിരിക്കാം. എന്നാലും സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ അച്ഛനെ പോലത്തെ കമ്പോസേഴ്സ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അച്ഛൻ കമ്പോസ് ചെയ്യുന്ന ആളാണ്, ട്യൂൺ കമ്പോസ് ചെയ്യും, ലിറിക്സ് ചെയ്യും. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിൽ കുറെ കാലം നിൽക്കത്തില്ല. ഇതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ പാട്ടുകൾ കേൾക്കും, വേറെ കാര്യങ്ങളോട്ട് മനസ്സ് ഡിവേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഇപ്പൊ ഇന്ന് വന്ന ഒരു ഗ്രൂപ്പ് മനസ്സിലുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചാൽ നമുക്ക് അതിനെ പെട്ടെന്ന് ഒരു ഫൈനൽ വലിയൊരു സോങ്ങിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇന്ന് അച്ഛൻ രാവിലെ നടന്നു വന്നപ്പോൾ 4 വരി സോങ് മൈൻഡിൽ വന്ന സാധനമാണ് ഇപ്പോൾ സ്പോട്ടിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ മിക്കതും അങ്ങനെയായിരുന്നു. നേരത്തെ കൂട്ടി ഒരു സിലബസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചെയ്ത കാര്യങ്ങൾ A to Z ഒരു വർക്കിംഗ് ലെവലിൽ എങ്ങനെ ചെയ്യണം. എനിക്ക് തിയറി പഠിപ്പിക്കാൻ അറിയില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, ഒരുപാട് തിയറി ഒന്നും പഠിപ്പിക്കാൻ, സൗണ്ട് എഞ്ചിനീയറിംഗ് എനിക്കറിയില്ല. ക്യൂബേസ് ഇന്റർഫേസ് ആണെന്ന് അച്ഛന് ശരിക്കും പഠിക്കേണ്ടിയിരുന്നത്. ക്യൂബേസിൽ എങ്ങനെ ചെയ്യണം അത് രാജേഷ് എനിക്ക് പറയാനുള്ളത് എന്താണ്, നമ്മുടെ ആഗ്രഹം അനുസരിച്ച് പറഞ്ഞു തരും. അതാണ് എൻ്റെ ഇഷ്ടം പറഞ്ഞിരുന്നു. എൻ്റെ ലെവൽ ഇങ്ങനെയാണ്, വോയിസ് റെക്കോർഡ് ചെയ്യുക, അതുപോലെ ഒരു ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ആളായതുകൊണ്ട് എനിക്കത് ആഡ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഈ 4 ദിവസം ക്ലാസ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അത്യാവശ്യം നമ്മളെ കൊണ്ട് തന്നെ വർക്ക് ചെയ്യിപ്പിച്ചു. അതെനിക്ക് വലിയൊരു നേട്ടമായിരുന്നു. അതെ, ഞാൻ വർക്ക് ചെയ്ത് കാണിച്ചില്ല. അച്ഛനെ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് അതിനകത്ത് വരുന്ന ചെറിയ തെറ്റുകളോ ചെറിയ അറിയാത്ത കാര്യങ്ങളോ ചെയ്യിപ്പിക്കാനായിട്ടാണ് ശ്രമിച്ചത്. അത് അച്ഛന് ബെനിഫിറ്റ് ആയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ലാസ്റ്റ് ദിവസം അച്ഛൻ ഇപ്പം ഇന്ന് പോവുകയാണ് തിരിച്ച്. അപ്പോൾ ഹാപ്പിയാണോ? ഇതൊരു പരസ്യമൊന്നുമല്ല, പക്ഷെ നിങ്ങളിലോട്ടൊരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇങ്ങനെ ആഗ്രഹമുള്ളവരുണ്ടാവും, എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണം. കൂടുതൽ കാര്യം പല സ്ഥലത്തും അപ്രോച്ചബിൾ അല്ല. പോയിട്ട് സ്റ്റുഡിയോയിലൊന്നും മിക്കവരും ഇങ്ങനെ കാണിച്ചു തരില്ല. അപ്പോൾ വർക്ക് ചെയ്യണ പോലും കാണിച്ചു തരുന്ന ഒരു കുറവായി കാലത്ത് നമുക്ക് അതിനുള്ള ശ്രമം നടത്താം.
ഓക്കെ, താങ്ക് യു. അപ്പോൾ അച്ഛനൊന്ന് പരിചയപ്പെടുത്താനും കൂടെ പറ്റി ഈ ചാനൽ. അതെൻ്റെ ഒരു ഭാഗ്യമാണ്. കാര്യം അച്ഛൻ ചില്ലറക്കാരനല്ല. അച്ഛൻ ചെയ്തേക്കണ ആൽബമൊക്കെ സുജാത ചേച്ചിയും ശ്വേതാമോഹനും മധു ബാലകൃഷ്ണനൊക്കെ പാടിയ പാട്ടുകളാണ്. യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അച്ഛനെക്കുറിച്ച് നിങ്ങളെന്തായാലും വരും കാലങ്ങളിൽ അറിയും. കാര്യം ഒരുപാട് പാട്ടുകൾ അച്ഛൻ്റെ വഴി വരാനുണ്ട്. അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ അച്ഛൻ്റെ സ്പീഡ് കൂടുന്നതാണ് എനിക്ക് തോന്നണം അല്ലേ? ശരി, അപ്പോൾ താങ്ക് യു, ബൈ. നിറഞ്ഞുവോ ഹൃദയം വിതുമ്പിയോ, മിഴി നിറഞ്ഞുവോ ഹൃദയം വിതുമ്പിയോ, ആകാശമേഘം പോലെ എൻ ജീവനിൽ ഇരുൾ നിറഞ്ഞോ, ആകാശമേഘം പോലെ എൻ ജീവനിൽ ഇരുൾ നിറഞ്ഞോ. ഈ കോഴ്സ് എങ്ങനെയാണ് നടന്നതെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഈ കോഴ്സ് നടന്നതിൻ്റെ ഇടയിലുള്ള കുറച്ച്, ഈ പാട്ട് റെക്കോർഡ് ചെയ്തതിൻ്റെ ഇടയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് വീഡിയോ ഫുട്ടേജസ് ഞാൻ എൻ്റെ കൂടെ ആഡ് ചെയ്യാം. നിങ്ങളൊന്ന് കണ്ടു വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അവസാനം പറയുന്നതാണ്. സ്റ്റാർ വെക്കുക, റെക്കോർഡ് കൊടുക്കുക. സൗണ്ട് അല്ലേ, കുഴപ്പമില്ല. ആക്റ്റീവ് ആയിരിക്കണമെങ്കിൽ ബാക്ക് ബട്ടൺ അടിച്ചാൽ മതി. സെലക്ട് ചെയ്യണ്ട പിന്നെ. ഓക്കെ. നമ്മളിതെല്ലാം റെൻഡർ ചെയ്യണേ. റെൻഡർ വിത്ത് കറണ്ട് സെറ്റിങ്സ്, അത്രേ ഉള്ളൂ. അപ്പോൾ തന്നെ മിഡി ഫയലെല്ലാം പോവും. അവിടെ എല്ലാം ഓഡിയോ ഫയലോ എന്നാൽ എല്ലാം അവിടെ കിടപ്പുണ്ടാവും, മ്യൂട്ടായിട്ട് അവിടെ കിടപ്പുണ്ടാവും. ഇപ്പം എനിക്ക് ശരിക്കും ഒരു അറിവായി ഏകദേശം എങ്ങനെയാണ് സംഭവം വരുന്നതെന്നുള്ളതിനെ പറ്റിയിട്ട്. ആ ഫെയ്ഡറിൽ കൂടാത്ത വോളിയം നമുക്ക് കൂട്ടാനായിട്ട് എന്ത് ചെയ്യണം? മാക്സിമൈസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്ലഗിൻ നമ്മൾ ഇൻസേർട്ടിൽ വലിച്ചു വിടണം. നമ്മൾ EQ കംപ്രസർ അത് കഴിഞ്ഞിട്ട് മാക്സിമൈസർ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇൻസേർട്ടിൽ പോയാൽ മതി. ആ ചാനലിൽ തന്നെ ഇൻസേർട്ടിൽ ഇത് കണ്ടായിരുന്നു, ത്രഷോൾഡ്. ആ ത്രഷോൾഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം അവിടെ പ്ലേ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഈ കോഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ട് ചെയ്യുന്നവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം, ഓഫ്ലൈനായിട്ട് ചെയ്യുന്നവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓഫ്ലൈനായിട്ടാണെങ്കിൽ ഇത് തിരുവനന്തപുരത്താണ് സ്ഥലം, പാപ്പനംകോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ തന്നെ ഒരു റൂമിൽ സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഞാനിത് ചെയ്യുക. ഒരുപാട് ആൾക്കാരെ എനിക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. ഞാൻ 1-to-1 കോഴ്സ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഒരാളെ ഒരു സമയത്ത് പഠിപ്പിക്കുന്ന രീതി. അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അയാൾ അവസാനം എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നത് അത് അച്ചീവ് ചെയ്യുന്നവരെ. ഇതൊരു തികച്ചൊരു ബിഗിനർ ലെവൽ കോഴ്സായിരിക്കും. മീൻസ് ഒരു ബിഗിനർ ലെവൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന രീതി വരെ പഠിപ്പിക്കുന്ന ബിഗിനർ ലെവൽ. ബാക്കിയെല്ലാം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്. ശരിക്കും അത്രേ പഠിക്കേണ്ടതുള്ളൂ. ബാക്കി മ്യൂസിക്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ക്രിയേറ്റിവിറ്റി, വേറെ റെഫറൻസുകൾ കണ്ടിട്ട് മനസ്സിലാക്കുന്ന ക്രിയേറ്റിവിറ്റി, അതൊക്കെയാണ് ശരിക്കും മ്യൂസിക് പ്രൊഡക്ഷനിൽ യൂസ് ആവുന്നത്. ടെക്നിക്സ് എങ്ങനെ യൂസ് ചെയ്യണമെന്നാണ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഈ കോഴ്സിനോട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എന്നെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം. വിളിച്ചിട്ട് ഡീറ്റെയിൽസ് സംസാരിക്കാം. ഞാനൊരു പ്രത്യേക കോഴ്സ്, ഇപ്പോൾ ക്യൂബേസ് സ്റ്റാർട്ടർ കോഴ്സ് എന്നും പറഞ്ഞിട്ടൊരു സിലബസ് അല്ല ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മ്യൂസിക് പ്രൊഡക്ഷൻ കോഴ്സ് അങ്ങനെ ഒരു സിലബസും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലം 1-to-1 ആയതുകൊണ്ട് തന്നെ ആ ഒരാൾ വരുന്ന ആളുടെ കേപ്പബിലിറ്റി, അയാൾക്ക് എന്താണ് ആവശ്യം എന്ന് ഞാൻ ചോദിക്കും. ഇപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് ജോലി എടുക്കുന്ന ഒരാളാണ്, അയാൾക്ക് അനൗൺസ്മെൻറ്റ് മാത്രം പഠിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ സോങ്ങിൻ്റെ ഡീറ്റെയിൽസ്, ഇൻസ്ട്രുമെൻറ്റ്, VST ഇൻസ്ട്രുമെൻ്റ് ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. പുള്ളിക്ക് വേണ്ടത് ആകെ റെക്കോർഡിങ്ങും വോക്കൽ പ്രോസസ്സിങ്ങുമാണ്. നല്ല രീതിയിൽ വോക്കൽ റെക്കോർഡ് ചെയ്തെടുക്കുക, അതിനെ നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്യുക,
പുള്ളിയുടെ വർക്ക് അവിടെ കൊണ്ട് കഴിഞ്ഞു. പിന്നെ ആകെ കുറച്ച് സൗണ്ട് ഇപ്പോൾ പാട്ടുകൾ വലിച്ച് നമ്മുടെ ട്രാക്കിലിട്ട് അതിനെ അറേഞ്ച് ചെയ്യണം. ആ അറേഞ്ച്മെൻറ്റും വോക്കലും മതിയാവും അനൗൺസ്മെൻറ്റ് വർക്ക് ചെയ്യണവർക്ക്. ഇപ്പോൾ ഒരു ആഡ് ഫിലിം ചെയ്യണവർക്കാണെങ്കിൽ VST ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ അവർക്ക് സൗണ്ടിൻ്റെ തന്നെ വളരെ കുറവ് ആവശ്യം ഉണ്ടാവുള്ളൂ. മിക്കവാറും ഡബ് ചെയ്ത ഓഡിയോസ് ആയിരിക്കും കിട്ടണം. അതോ ഡബ് ചെയ്ത ഓഡിയോസ് കിട്ടാത്തവർക്ക് ഡബ്ബിങ് ചെയ്യാനായിട്ടും പഠിക്കാം. അങ്ങനെ പർട്ടിക്കുലറായിട്ട് എന്താണ് ആവശ്യം, അങ്ങനെയുള്ള ആവശ്യങ്ങളുമായിട്ട് എന്നെ ബന്ധപ്പെടുക. അവർക്ക് ആ ആവശ്യത്തിനുള്ള കോഴ്സുകൾ ഞാൻ മണിക്കൂർ ബേസിസിൽ അതായത് ഹവർലി പേയ്മെൻറ്റ് ബേസിസിലാണ് ഞാൻ കോഴ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ നല്ല സ്പീഡാണ്, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മതിയെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ മതിയാവും. കുറച്ചുകൂടെ കൂടുതൽ നിങ്ങൾ അറിയണവർക്ക് ചിലപ്പോൾ ഒരു 3 മണിക്കൂർ മതിയാവും. ചിലവർക്ക് ചിലപ്പോൾ ഒരു 10 ദിവസം വേണ്ടി വരും. അതായത് റെഗുലറായിട്ട് സ്റ്റാർട്ടിങ് മുതൽ എന്നെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ അവിടെ മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ കോഴ്സ് ചെയ്ത് കൊടുക്കും. ഈ പറഞ്ഞ രീതിയിൽ കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ പേര് രാജേഷ് ജയൻ. ഫോൺ നമ്പർ 7907963812. സ്ഥലം തിരുവനന്തപുരം പാപ്പനംകോട്.